സോലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ലാസ്റ്റ് വീഡിയോ തട്ടുകടയ്ക്ക് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നേക്കുകയാണ്. തട്ടുകട വീഡിയോ ഇടാൻ പറ്റിയില്ല, ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തട്ടുകടയുടെ വീഡിയോ ഇടാൻ പറ്റിയില്ല. സോ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം സെർവറിലാണ്, അഗ്നികയിലാണ്. തട്ടുകടയും നമ്മൾ കളിക്കാൻ പറ്റാതെ പോയതാണ് ഗൈസ്. പിന്നെ അറിയാലോ, വീഡിയോ ഒക്കെ ഇടണം, അപ്പോൾ നമുക്കത് പറ്റിയില്ല. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം അഗ്നികയിലാണ്. അഗ്നിക സീസൺ 1 തന്നെയാണ് ഗൈസ്, സീസൺ 2 ഒന്നുമല്ല. നമ്മൾ ഇച്ചിരി കാലം ഒന്ന് ബ്രേക്ക് ആക്കി വെച്ചു, അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കാലം ഒന്ന് നിർത്തി വെച്ചതാണ്. പക്ഷേ പോയ പോലെ അല്ല അഗ്നിയുടെ തിരിച്ചുവരവ് എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. കാരണം അതിനുള്ള പണി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അറിയത്തില്ല എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും. മേ ബി ചിലപ്പം ഇതൊക്കെ വലിയ കാര്യമാവില്ല, പക്ഷെ എനിക്ക് ഇത് വലിയ കാര്യമാണ്, നമുക്കത് വലിയൊരു കാര്യമാണ് ഗൈസ്. അപ്പം ലാസ്റ്റ് വീഡിയോ നമ്മൾ എവിടെ വെച്ച് നിർത്തിയെന്നൊന്നും എനിക്കറിയില്ല. ഇത് എത്രാമത്തെ എപ്പിസോഡാണെന്ന് പോലും അറിയില്ല. അഗ്നിയുടെ 4ാമത്തെ എപ്പിസോഡ് കാണും തോന്നും, അറിയത്തില്ല ഗൈസ്. അപ്പം അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ വീട്ടിലല്ല ഗൈസ്, നമ്മുടെ ബേസിലാണ്. കാരണം ഇത്രയും നാൾ നമ്മുടെ സ്പോണിലാണ് ഗൈസ്. കാരണം ഇത്രയും നാൾ നമ്മുടെ ആർക്കും കയറാൻ പറ്റാത്ത രീതിയിലായിരുന്നു. നമ്മൾ ഫുള്ള് അറ്റോണമസ് മൊത്തം ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു. ആർക്കും IP കാര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. അത് നമ്മുടെ ഒരു ചെറിയ ഇതാണ് ഗൈസ്. നമ്മൾ ഒരു വലിയ തിരിച്ചുവരവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അത് നടക്കും നോക്കാം. അപ്പം ഇപ്പം കറൻറ്റ്ലി സെർവറിൽ ഞാൻ നല്ല സെർവറുമായി ആരും കയറിയിട്ടില്ല. അപ്പം ഇത് ഓഫാക്കിയിട്ട സമയത്ത് ഞാൻ ഇതിൽ കാണിച്ച കുറച്ച് അത്ഭുത പരിപാടികൾ, അതിന് വേണ്ടി നമ്മൾ കുറച്ച് പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഓഫാക്കിയിട്ടത്. സോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം, അതൊക്കെ ഒന്ന് കാണിക്കണം. ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ്. ഏകദേശം ഒരു 2-3 ആഴ്ച സെർവർ ഓഫാക്കിയിട്ടൊക്കെയായിരുന്നു, ആർക്കും കയറാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പോൾ നമ്മൾ തിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. കൂടുതലൊന്നും പറയാനില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വലിയ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്ത് വെച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയും ദിവസം ആരും കയറാത്തതുകൊണ്ട് തന്നെ ആരും ഇല്ല. ഇന്നലാണ് സർവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആരും വന്നില്ലെങ്കിലും ഗൈസ്, ഞാനിതിൻ്റെ 2-3 വീഡിയോസ് ഇട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ അങ്ങോട്ട് പോകണം. അപ്പം നമ്മുടെ അഗ്നിവയിലെ ഫസ്റ്റ് അപ്ഡേറ്റ്, അഗ്നിവ മൊത്തത്തിൽ അപ്ഡേറ്റ് ആണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇനി നിങ്ങൾ ഇതിൽ കളിക്കുന്നവർ വന്ന് അപ്ഡേറ്റ് ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബില്ലാബായുടെ ഒരു പ്ലാനാണ് ഗൈസ്. ബില്ലിയും ഞാനും അവിടെ ചെയ്ത് വെച്ച പരിപാടി നമ്മളെല്ലാവരുടെ കയ്യിൽ നിന്ന് ആക്സസ് ഒക്കെ എടുത്ത് കളഞ്ഞ് സെർവർ ഫുൾ ഡൗൺ ആക്കി ഗൈസ്. അതൊന്നും പറയുന്നില്ല. ഇപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ നെതറിൽ പോകാം. നെതറിലാണ് ഏറ്റവും ഫസ്റ്റ് അപ്ഡേറ്റ്, നെതറിലാണ്. പിന്നെ വരുമ്പോൾ നമ്മൾ നെതർ ഹബ്ബ് സെറ്റ് ചെയ്തു. നോർമലി ഇത് ഞാൻ ചെറുതാക്കി ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ മതി ഗൈസ്. എൻ്റെ ഒരു ഓൺ ഡിസൈനാണ്. എത്രത്തോളം അടിപൊളിയായി എന്നെനിക്കറിയത്തില്ല. കാരണം പറ്റുന്നിടത്തോളം മാക്സിമം ഞാൻ അടിപൊളിയാക്കാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ ശല്യവും കാര്യങ്ങളൊന്നുമില്ല. അജാതി രീതിയിലാണ് ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ കണ്ട ബ്ലോക്കൊക്കെ എവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ലയുടെ ബേസിൽ നിന്ന് എടുത്തോർന്ന് വന്ന ഇതൊക്കെ ബില്ലയുടെ ബേസിൽ ഞാനും സ്റ്റീവും പാടൊരു പരിപാടി എടുത്തിരുന്നല്ലോ. നമുക്ക് ഇത്ര കൊടുക്കണം, ഒരു 16 സ്റ്റാക്ക് 2 ഡബിൾ ചെസ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഗൈസ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പണിതേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പരിപാടി കഴിഞ്ഞു. നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് ട്രെയിനിങ് ഹാളുണ്ടല്ലോ, അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. കറൻറ്റ്ലി ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്, നമ്മുടെ സ്റ്റീവ് ഇല്ല. അതുപോലെ തന്നെ ബില്ല് കയറും. പിന്നെ MR ഒക്കെ വരുമായിരിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ്സ് പോകാം. ആദ്യം നമുക്ക് ഈ ഒരു പോർട്ടൽ ഉണ്ടായിരുന്നില്ല ഗൈസ്. ഇപ്പം നമുക്ക് ആ പോർട്ടൽ കൂടി ഓപ്പൺ ആയിരിക്കുകയാണ്. പുതിയൊരു പോർട്ടൽ നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുകയായിരുന്നു. അതിലിങ്ങനെ കയറുമ്പോൾ സെർവറിൽ 2ാമത്തെ അപ്ഡേറ്റ്. ഇതാണൊരു മെയിൻ അപ്ഡേറ്റ് ആയിട്ട് ഇപ്പം ഞാൻ കരുതുന്നത്. ഷോപ്പ് കൂടി സെറ്റായി കഴിഞ്ഞാൽ ഒന്നുകൂടി സെറ്റാവും. നമ്മളിവിടെ ഒരു പോർട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഗൈസ്. അത് റെഡി നമുക്കിതും കേൾക്കാം. അപ്പോൾ നമ്മൾ സ്പോൺ പോർട്ടലിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഷോപ്പിംഗ് ഐലൻഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ അടിക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മളൊരു സ്പോൺ ടെസ്റ്റിംഗ് ഏരിയ ഒരു എന്താ പറയുക സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ബോട്ട്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു, അതൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ബാൽക്കണി പോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെയൊക്കെ ഇതാക്കിട്ടോ, ആദ്യമൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് കേക്ക് മുറിച്ചിട്ട പോലെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനുള്ളൊക്കെ ബ്ലോക്ക് നമ്മളവിടെ പോർട്ടിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നെതർ പോർട്ടലിൻ്റെ ബാക്കിൽ ഞാൻ കുറേ ക്ലിയർ ചെയ്തു, അവിടെ നിന്ന് കിട്ടിയതാണ്. ഇവിടെ ചെറിയ സ്പേസൊക്കെ ഉണ്ട് കിടക്കേണ്ടത്. ആർക്കൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമുണ്ടോ, സ്പോണിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ അറ്റം വരെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ മാക്സിമം ഇങ്ങോട്ട് നമ്മൾ ബില്ലയുടെ എന്ത് പ്ലാൻ വെള്ളച്ചാട്ടമൊക്കെ കൊണ്ടുവരാനായിരുന്നു അതിൻ്റെ പ്ലാൻ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തൊന്നും ഇതാക്കിയിട്ടില്ല. എന്നാൽ ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ അടി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു വഴിയുണ്ട്. ഇവിടെ ഇങ്ങനെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ട് കയറാനുള്ള സ്റ്റെയർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന അപ്ഡേറ്റ്സ് നമുക്കിതാ ഇതൊക്കെ ഞാൻ സ്വന്തം ഡിസൈനാണ്, സ്വന്തം ഡിസൈൻ അങ്ങനെ പറയാനുള്ളൂ. ഇവിടെ നമുക്ക് ഒരു ആർച്ച് പണിയാണെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് വരും, അതൊക്കെ പറയാം. അതിനുള്ള ലാൻഡ് ഞാൻ ഇതിങ്ങനെ ഇട്ടേക്കാണ്. ചിലപ്പോൾ ഇതങ്ങ് കണക്ട് ചെയ്യും അത്രയോട് കേസ്. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്. നല്ല മീൻ പിടിച്ചിടാൻ പറ്റുമെങ്കിൽ ആയിട്ട് പക്ഷേ പറ്റില്ല. പിന്നെ ഇതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ലൈറ്റിംഗ് ഹബ്ബ് പോലെ മെയിൻ ലൈറ്റ്. ഇങ്ങോട്ട് സ്പേസ് ഉണ്ട്, ഇങ്ങോട്ട് സ്പേസ് ഉണ്ട്, ഇങ്ങോട്ട് അങ്ങോട്ട് 4 സൈഡിലേക്കും വഴി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിംഗ് ഏരിയ. ഇത് ഡിസൈനൊക്കെ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ അത് ചാൻസ് കുറവാണ്. എൻ്റെ ഡിസൈനാണ്. പിന്നെ പലയിടത്തും ഇതൊക്കെ തന്നെയാണ് ഗൈസ്. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അത് അറ്റം വരെ ഉണ്ട് ഗൈസ്. അറ്റം വരെ അല്ല, കുറച്ചോളം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യാൻ ഓപ്ഷൻ. ചിലവർ ഇതിന് മേലെ കൂടെ എടുക്കും. മാക്സിമം ഞാൻ ചിലപ്പോൾ എടുക്കും ഗൈസ്. നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ വീഡിയോയിൽ ഞാൻ ടോട്ടം ഷോപ്പ് കാണിച്ചോ എന്നറിയില്ല, തുടങ്ങിയിട്ട് കുറേ ദിവസമായി ഗൈസ്.